കേരളം ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ഇനി ഒരു കുട്ടികൾക്കും ഇതേപോലത്തെ ഗതി വരച്ചത്. അതിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടാവും. അതിലൊക്കെ ആകെ പൊളിഞ്ഞ് ഇതായിട്ടാ. അപ്പം അതിൻ്റെയൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കണ വീട് കണ്ട. കറണ്ട് ബില്ലും വന്നിട്ടുണ്ട്. കറണ്ടൊക്കെ കട്ടാക്കി ACB കാര്യം കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് പത്മകുമാറിൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. അപ്പൊ ഈ നിൽക്കുന്നതാണ് ബോസേട്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പത്മകുമാറിന്റെ വീടിന്റെ ഉള്ളിലാണ്. അപ്പൊ ഈ വീടിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ബോസേനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതാ ഈ ഇരിക്കണ പത്മകുമാറിന്റെ ബൈക്കാന്ന് തോന്നുന്നു. ഇരിക്കണത് പത്മകുമാറിന്റെ ബൈക്കാന്ന് തോന്നുന്നു. ആരോ ബൈക്കാന്നറിയില്ല. ഇവിടെ ഇപ്പൊ പൊടിയൊക്കെ പിടിച്ചിരിക്കാൻ. അതാ ഈ വീട് കൊടുക്കാൻ പോണെന്നും പറയുന്നുണ്ട്. ഇതാണ് പത്മകുമാറിന്റെ വീടിന്റെ സൈഡ് ഭാഗോട്ടാ. ഓ ഇവിടെ പട്ടിയൊക്കെ ഉണ്ടായില്ലേ? ഒന്നുമില്ല. കൊണ്ട് വലിയ വീടാണ് അല്ലേ? സെറ്റപ്പ് വീടാ. അതൊക്കെ അടുക്കളേ കൂടെ ഉള്ളത് ഉണ്ടോ? ഇത് പത്മകുമാർ പട്ടീനെ കൊളത്തി കൊണ്ടു. അന്ന് പോലീസുകാർ പിടിച്ചപ്പോ പട്ടിയൊക്കെ ഉണ്ടായോ ഇവിടെ? ഇല്ല ഇല്ല. അപ്പൊ ഈ ഗേറ്റൊക്കെ തുറന്നിറക്കാൻ കണ്ട. പത്മകുമാർ വീടിന്റെ ചെറിയൊരു ഗേറ്റാണ് തുറന്നിറക്കുന്നത്. ഇതാണിപ്പോൾ പത്മകുമാറിന്റെ വീടിന്റെ അവസ്ഥ. ഈ വീട് കൊടുക്കാൻ പോണേ വിൽക്കാൻ പോണെന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ് എന്താണെന്നറിയില്ല. അങ്ങനൊരു സംഭവം കേൾക്കുന്നുണ്ട്. അങ്ങനെയും വാർത്ത കേൾക്കുന്നുണ്ട്. ഈ വീട് കൊടുക്കാൻ പോണെന്നും പറയുന്നുണ്ട്. എന്താ സെറ്റപ്പായിട്ട് താമസിച്ചെന്ന് വെച്ചാൽ മനുഷ്യനാണ്. ഇതേപോലത്തെ പൊട്ടത്തര ബുദ്ധിയൊക്കെ തോന്നി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആകെ സീനാക്കി. എല്ലാവർക്കും നമസ്കാരം. അനൂപ് ആക്ഷൻ ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പത്മകുമാറിൻ്റെ, അതായത് കൊല്ലത്ത് വെച്ച് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വളരെ വിവാദമായ കേസിലെ പത്മകുമാറിൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കാൻ വേണ്ടിയാണ്. പത്മകുമാറിൻ്റെ ഭാര്യയും മകളും ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി. എവിടെയെന്നറിയില്ല. അപ്പോൾ പത്മകുമാർ മാത്രമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയേക്കുന്നത്. എന്തായാലും പത്മകുമാറിൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടിട്ട്. കൊല്ലത്ത് നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം വളരെ വിവാദമായ ഒരു സംഭവമായിരുന്നു. അതിലെ പ്രധാന പ്രതി പത്മകുമാറിന്റെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് അനൂപ് ആക്ഷൻ ബ്ലോഗ്സിലൂടെ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. ഒന്നാം പ്രതി പത്മകുമാർ, രണ്ടാം പ്രതി ഭാര്യ അനിതകുമാരി, മൂന്നാം പ്രതി മകൾ അനുപമ. ഇപ്പോൾ പത്മകുമാറിനും അനിതക്കും പിന്നെ മകൾക്കും ജാമ്യം കിട്ടിയെന്നാണ് ഇവിടെ നാട്ടുകാരൊക്കെ പറഞ്ഞത്. എന്തായാലും വളരെ ശോകമായ ഒരു അവസ്ഥയാണ് ഈ വീടിൻ്റെ. മുറ്റത്തൊക്കെ കംപ്ലീറ്റ് പുല്ലൊക്കെ പിടിച്ച് ആരും നോക്കാനില്ല. ഇവിടെ ആരും മരുന്നെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കാണാം. അതുമാത്രമല്ല ഇവിടെ KSABക്കാർ ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടോ, എന്താണ് സംഭവം എന്നൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ ഉള്ളവശമൊക്കെ ഒന്ന് കണ്ടിട്ട് വരണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ കേസ് നല്ല രീതിയിലാണ് പോലീസുകാർ അന്വേഷിച്ചത്, അല്ലെങ്കിൽ ഇനി പ്രതികളെ പിടിക്കാനുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതൊരു ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട് ഇതിനുള്ളിൽ. അന്ന് ആ പോലീസുകാരൊക്കെ വന്ന് ഇവരെ പിടിച്ച് കഴിഞ്ഞപ്പോഴുള്ള ബൈക്കാണ്. അത് പിന്നെ എടുത്തിട്ട് പോകില്ല. ആരുടെ ബൈക്കാണെന്നൊരു അറിയാൻ പാടില്ല. അവർ ബൈക്ക് ഇരിപ്പുണ്ട്. പിന്നെ കുറേ പാവകളൊക്കെ ഉണ്ട്. ഈ ഗേറ്റൊക്കെ തുറന്നിറക്കാൻ കണ്ട. പത്മകുമാർ വീടിൻ്റെ ചെറിയൊരു ഗേറ്റാണ് തുറന്നിറക്കുന്നത്. ഈ വീട് കൊടുക്കാൻ പോണേ വിൽക്കാൻ പോണെന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ് എന്താണെന്നറിയില്ല. അങ്ങനൊരു സംഭവം കേൾക്കുന്നുണ്ട്. അങ്ങനെയും വാർത്ത കേൾക്കുന്നുണ്ട്. ഈ വീട് കൊടുക്കാൻ പോണെന്നും പറയുന്നുണ്ട്. എന്താ നല്ല സെറ്റപ്പായിട്ട് താമസിച്ചെന്ന് വെച്ചാൽ മനുഷ്യനാണ്. ഇതേപോലത്തെ പൊട്ടത്തര ബുദ്ധിയൊക്കെ തോന്നി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആകെ സീനാക്കി. നീ ഇരിക്കണ പത്മകുമാറിൻ്റെ ബൈക്കാന്ന് തോന്നുന്നു. ഇരിക്കണത് പത്മകുമാറിൻ്റെ ബൈക്കാന്ന് തോന്നുന്നു. ആരോ ബൈക്കാന്നറിയില്ല. ഇവിടെ ഇപ്പോൾ പൊടിയൊക്കെ പിടിച്ചിരിക്കാൻ. അതാ ഈ വീട് കൊടുക്കാൻ പോണെന്നും പറയുന്നുണ്ട്. സത്യമാണോ ഇല്ലെന്നറിയില്ല. കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് ചോദിച്ചു. ഇവിടെ ആരെങ്കിലും കണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ ചോദിക്കാം. ദയനീയമായ അവസ്ഥയുണ്ട്. പത്മകുമാർ, അനിതകുമാരി, അനുപമ ഇവരാണ് ഈ വീട്ടിൽ താമസിച്ചത്. ഇപ്പോൾ പത്മകുമാറും അനിതകുമാരിയും അനുപമയും ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയെന്നാണ് നമ്മുടെ അയൽവാസിയായ ബോസേട്ടൻ പറയുന്നത്. അപ്പോൾ ബോസേട്ടൻ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളതൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കട്ടെ. അപ്പോൾ വലിയൊരു വീടിന്റെ മുന്നിലാണ് ഞാനും ബോസേട്ടൻ നിൽക്കണം. 3 നില വീടാണിട്ടത് അല്ലേ ബോസേട്ടാ? അതെ. നമസ്കാരം. നമസ്തേ. എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ നല്ല. ഇപ്പൊ എത്ര കൊല്ലം ഇപ്പൊ സംഭവം നടന്നത്? 1 കൊല്ലം കഴിഞ്ഞു. 1 കൊല്ലം. അതായത് കൊല്ലത്തിന് മാത്രമല്ല, ഈ ലോകം
മൊത്തം പ്രാർത്ഥിച്ചൊരു അല്ലേ മലയാളികൾ അതെ, മലയാളി മൊത്തം വാർത്തിച്ചു വരുന്നു. ഒരു ദിവസമായിരുന്നു അതെ ഈ പത്മകുമാർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ. അതെ വളരെ വിവാദമായ ഒരു കേസായിരുന്നു അല്ലേ. അതെ പത്മകുമാർ, അനിതകുമാരി, പിന്നീടുള്ള സംഭവങ്ങളൊക്കെ എന്തായിരുന്നു? ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഈ വീട് കൊടുക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ ശരിയാണ്? വീട് കൊടുക്കാട്ടേക്ക് വന്ന് അറിയാം. പിന്നെ ബാങ്ക് പക്ഷേ ഡെപ്റ്റി ഓഫീസ് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കണല്ലേ. അതെ. പിന്നെ അവർ ആരെങ്കിലും കണ്ട? പിന്നെ ഇല്ല, ആരും കണ്ടില്ല. ഇവിടെ ആരും വന്നിട്ടില്ല. ആരും വന്നിട്ടില്ല. ഈ ജില്ലയിലോട്ട് പ്രവേശിക്കാൻ പാടുള്ള സംഭവം വല്ലതും ഉണ്ടോ? അത് അറിയാൻ വയ്യല്ലോ. അറിയാൻ പാടില്ല. പിന്നെ ആരൊക്കെ ഇറങ്ങി ഇപ്പൊ ജയിലിൽ? 3 പേരും. അതായത് പത്മകുമാറും അനിതകുമാരും അനുപമയും. അതെ. അച്ഛനും അമ്മയും മകളും ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് അറിവാണ്. ഇവിടെ വന്നിട്ടില്ല. മകള് ബാംഗ്ലൂർ എങ്ങാണ്ടും പഠിക്കാൻ പോയെന്ന് പറഞ്ഞു അല്ലേ. ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ബാംഗ്ലൂർ പോയി. ഈ പത്മകുമാറിന്റെ ഭാര്യയും ഇറങ്ങിയിട്ടുണ്ട്. അതെ. എവിടെയാന്നൊരു റിപ്പോർട്ടില്ല. ഇവിടെ റിപ്പോർട്ടില്ല. ഈ വീടിന്റെ അവസ്ഥ ഇങ്ങനെയല്ല ചേട്ടാ. ആരും നോക്കാനുമില്ല വീടൊന്നും. ഇല്ല. അവരെ കസിൻസ് ആരുമില്ല. അടുത്തുണ്ട്, ആരും വരാറില്ല. ആകെ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഈ വീട് നമ്മുടെ പ്രേക്ഷകർ കാണിക്കാൻ വേണ്ടി വന്നോ. അപ്പൊ ഇതാണ് വീടിന്റെ അവസ്ഥ അല്ലേ ചേട്ടാ. ഇവിടെയൊക്കെ കംപ്ലീറ്റ് കരിയിലകളും അല്ലേ, ആകെ താറുമാറായി കിടക്കുന്നതാണ്. ഇതെന്താണ് സംഭവം? ഇത് ചോരയാണത്. ഇത് ചോര വല്ലോണാന്ന്? ചോരല്ലേ. വവ്വാലെന്തോ കയറി ആകെ കുളമൊക്കെ ഇട്ടേക്കണം. ഇതണ്ട സംഭവം ഇങ്ങനെയാണ് ഇപ്പൊ വീടിന്റെ ഉള്ളിലത്തെ അവസ്ഥ കേട്ടോ. എന്താവും നല്ല സെറ്റപ്പായിട്ട് ജീവിച്ചാളൂ അല്ലേ. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു. ആരും ഓർത്തില്ലേ സംഭവം. ഇയാളെ പറ്റി നല്ല ഇപ്പൊ അഭിപ്രായങ്ങൾ എല്ലാരും പറയണം. നല്ല അഭിപ്രായങ്ങളുള്ള പുള്ളി. ഒരു കുഴപ്പവും ഒരു കേസിൽ പ്രതിയല്ല പുള്ളി. ഈ പത്മകുമാറിന്റെ മറ്റേ ബേക്കറിയില്ലേ, അതെ, അതിപ്പോ വിട്ട് വേറെ ടീം എടുത്തു. വാടകയ്ക്കായിരുന്നു അവരൊഴിഞ്ഞ് വേറെ ടീം എടുത്തു. എങ്ങനെ ജീവിക്കേണ്ട ആൾക്കാരല്ലേ. പെട്ടെന്നൊരു ബുദ്ധിമോശത്തിൽ അല്ലേ ചേട്ടാ. ആകെ ശോകമായി പോയി. പത്മകുമാറിന്റെ ഒക്കെ ചെരുപ്പ് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ചെരുപ്പൊക്കെ കിടപ്പുണ്ട്. വീടൊക്കെ പൂട്ടിട്ടാണല്ലേ. ഇപ്പൊ ബേക്കറി അടുത്തുള്ള അല്ല, വേറെ ഇപ്പൊ അടുത്തുള്ള ടീം എടുത്തേക്കണം. അവിടെ കേസൊന്നുമില്ലല്ലേ. എല്ലാവർക്കും കേസൊന്നുമില്ല. ഇതാണ് പത്മകുമാറിന്റെ വീടിന്റെ സൈഡ് ഭാഗോട്ടോ. ഓ, ഇവിടെ പട്ടിയൊക്കെ ഉണ്ടായല്ലേ. ഒന്നുമില്ല. വലിയ വീടാണല്ലേ. സെറ്റപ്പ് വീടാ. അതൊക്കെ അടുക്കളേ. അത് പട്ടിക്കൂടെ ഉള്ളത് ഉണ്ടോ. പത്മകുമാർ പട്ടീനെ കൊളുത്തിക്കൊണ്ട് വെച്ചു. അന്ന് പോലീസുകാർ പിടിച്ചപ്പോ പട്ടിയൊക്കെ ഉണ്ടായോ ഇവിടെ? ഇല്ല, അവര് കൊണ്ടാക്കിയിട്ടാണ് പിടികൊടുത്തത്. ഇവിടുന്ന് പട്ടീനെയൊക്കെ പൊക്കിക്കൊണ്ട് ആക്കിയിട്ടാണ് പിടികൊടുത്തത് അല്ലേ. ഇനിയിപ്പോ ഈ വീട് പെയിന്റ് ഒക്കെ അടിച്ച് മൊത്തം സെറ്റപ്പ് ആക്കണം കേട്ടോ. അടിപൊളി വീടാ അല്ലേ. ഇന്ന് പിന്നെ കൊടുക്കാനും മൂന്ന് നമ്പർ വാർത്തയും വന്നിട്ടുണ്ടേ. കൊടുക്കാൻ പോകാൻ വാർത്തയായിട്ട് അല്ലേ. ആകെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ഇവിടെ സംഭവം കണ്ട. കാട് പിടിച്ച് കിടക്കണം. ഇതായിരുന്നു പട്ടിക്കൂട് അല്ലേ. എന്താ ഗ്യാസ് കുറ്റിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ബാക്ക് വശം. അതും പട്ടിക്കൂടാണത്. എല്ലാം കാട് പിടിച്ച് കിടക്കണ്ട. ഇവിടെ ഒന്നും മനസ്സിലാകാം കംപ്ലീറ്റ് കണ്ട. എല്ലാം കാട് പിടിച്ച് കിടക്കണ്ടേ. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് ഇപ്പോഴും അല്ലേ ബോധ്യപ്പെടില്ല. ഇനി ആരൊക്കെ ഉണ്ട് ഈ കേസിലൊന്നും എന്താണെന്ന് അറിയാൻ പാടില്ല. പോലീസുകാർ ഭയങ്കര അന്വേഷണമായിരുന്നു. ഇങ്ങനെയാണ് അവസ്ഥ കണ്ട. ഇവിടെയാണ് പത്മകുമാറിന്റെ ഒക്കെ പട്ടിക്കൂട്. ഇത് വലിയ കൂടാണല്ലോ. എത്ര പട്ടി ഉണ്ടായി? 25 പട്ടി ഉണ്ടോ? ഈ വീടിന്റെ മേളിലൊക്കെ പട്ടി ഉണ്ടോ? അത് ആ ഭാഗത്തല്ലേ. അവിടെയൊക്കെ പട്ടി ഉണ്ടായെന്ന് പറഞ്ഞു. വീണ്ടും മുകളിലൊക്കെ അല്ലേ. പക്ഷെ എന്താ അല്ലേ, വളരെ ശോകമായ ഒരവസ്ഥ. എങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് എന്താ. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയപ്പോഴേ
കുട്ടി പറയുന്നുണ്ട് ഒരു ഓടിട്ട വീടാണ്. ഓടിട്ട അതെവിടെയാ ഓടിട്ട വീട്? ഇവിടുത്തെ ഒരു 5 കിലോമീറ്റർ. അത് മറ്റേ പത്മകുമാറിനെ മറ്റേതല്ലേ ഫാം? അതെ, ഫാമല്ലെന്ന് കൊച്ചു പറഞ്ഞു. ചെറുക്കര. ഫാമല്ലെന്ന് കൊച്ചു പറഞ്ഞു. ഓടിട്ട വീട് ആണ്, ഓടിട്ട വീടാണെന്ന് പറഞ്ഞു. അതിനകത്ത് ഓടിട്ട വീടുണ്ട്. അതല്ല, അവിടെ കൊണ്ടുപോയിട്ട് വെച്ചോ. ആ, അപ്പൊ അതും അന്വേഷണം ചിലപ്പോ പോലീസുകാർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനിയിപ്പോ ജാമ്യത്തിൽ ഇറങ്ങി അല്ലേ? അതെ. ഇത് കോടതി മുമ്പാകെ ജാമ്യത്തേക്ക് ഇറങ്ങിക്കാണല്ലോ. ഇനിയിപ്പോ എന്താണ് സംഭവിക്കുന്നത് ദൈവം തന്നെ അറിയും. രാജകീയ പ്രൗഢിയിലാണ് പത്മകുമാറിന്റെ ഭാര്യയും മകൾ അനുപമയും ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ പ്രിയപ്പെട്ടവനായിരുന്നു പത്മകുമാർ. ഒരു നിമിഷത്തെ പൊട്ടത്തരം അല്ലെങ്കിൽ ഇത് ആര് ചെയ്യിപ്പിച്ചാണെന്നൊന്നും അറിയില്ല. എന്തായാലും പോലീസുകാർ അന്വേഷിക്കുകയാണ്. ഇപ്പൊ 3 പേരും ജാമ്യത്തിൽ ഇറങ്ങിയെന്നാണ് കേൾക്കുന്നത്. യഥാർത്ഥമായ വില്ലൻ എവിടെയുണ്ട് എന്നാണ് ഇപ്പോഴും ഇവിടുത്തെ നാട്ടുകാരൊക്കെ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും പോലീസുകാരുടെ അന്വേഷണം വീണ്ടും ഊർജിതമാക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഈ അന്വേഷണത്തിൽ വളരെ എനിക്ക് എന്റെ ഇതിൽ തോന്നിയത് ഈ അന്വേഷണം വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ അന്വേഷണം വീണ്ടും പുനരാരംഭിക്കണം. ഈ കുട്ടിയെ എന്തിനാണ് പത്മകുമാർ തട്ടിക്കൊണ്ടുപോയി? ആരുടെ നിർബന്ധപ്രകാരമാണ് ഇവർ ഈ കുട്ടിയെ തട്ടിയെടുത്തത്? ഈ കുട്ടിയെ മാത്രമല്ല, ഇനി ഒരു കുട്ടികൾക്കും ഈ ഗതി വരുത്തരുത്. അതുകൊണ്ട് പോലീസുകാർ ശക്തകരമായി തന്നെ ഇത് അന്വേഷിച്ച് ഇതിൽ ഇനിയും ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ പുറത്തു കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളം ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ഇനി ഒരു കുട്ടികൾക്കും ഇതേപോലത്തെ ഗതി വരുത്തരുത്. അച്ഛനമ്മമാർ പാവപ്പെട്ടവർ കഷ്ടപ്പെട്ട് വളർത്തി അവരെ പഠിക്കാൻ പോകുമ്പോൾ ഇവരെ പോലുള്ളവരെ വന്ന് തട്ടിക്കൊണ്ടുപോവുകയും ജയിലിൽ പോവുകയും ജാമ്യത്തിലിറങ്ങുകയും പിന്നെ ഇവരെന്താണ് ചെയ്യണമെന്നുള്ള നിരീക്ഷണങ്ങൾ വരും. പോലീസുകാർ ഇവരുടെ പുറകെ നടന്ന് തന്നെ നിരീക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ഒളിച്ചും പാത്ത് നടക്കുകയാണെന്നൊക്കെയാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഇവിടുത്തെ നാട്ടുകാരെല്ലാം പറഞ്ഞത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ യഥാർത്ഥ പ്രതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇവരൊക്കെ ഇപ്പോൾ ജാമ്യത്തിലേക്ക് ഇറങ്ങി എവിടെയൊക്കെയാണെന്ന് അറിയില്ല. ഈ ജില്ലയിലോട്ട് വരാൻ പാടില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വലിയേറെ കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. കഴിഞ്ഞ കൊല്ലം, അതായത് നവംബർ 27/11/2023 ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഈ കേരളം മൊത്തം അറിയുന്നത്. അതായത് ഈ മാസം 27 വരുമ്പോൾ 1 വർഷം തികയുകയാണ്. അതിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടാവും. അതിലൊക്കെ ആകെ പൊളിഞ്ഞ് ഇതായിട്ടാ. പെയിൻ്റൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കണ വീട് കണ്ട. കറണ്ട് ബില്ലും വന്നിട്ടുണ്ട്. കറണ്ടൊക്കെ കട്ടാക്കി ACB-കാർ. അപ്പം ഇങ്ങനെയൊക്കെയാണ് പത്മകുമാറിന്റെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ആ വിളിച്ചിരിക്കുന്ന കള്ളൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പുറലോകത്ത് ദൈവത്തിന്റെ കരങ്ങളായി കൊണ്ടുവരും. കാത്തിരുന്ന് കാണാം. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.